നമസ്കാരം. ജാതക കഥകളിലെ 119 കഥ കഴുതയും കോവർ കഴുതയും. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലൂടെ ബോധിസത്വൻ്റെ ബുദ്ധിവൈഭവം മനസ്സിലാക്കിയ രാജാവ് സന്തുഷ്ടനായി. അദ്ദേഹം സേനകനോട് പറഞ്ഞു, സേനക, ഇനി നമുക്ക് ആ ജ്ഞാനിയെ ഒന്ന് വരുത്തണമല്ലോ. പക്ഷേ ബോധിസത്വൻ്റെ നേട്ടങ്ങളിൽ അസൂയയുള്ള സേനകൻ അത് സമ്മതിച്ചില്ല. ഇതൊന്നും വലിയ കാര്യമല്ല, നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം, സേനകൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവ് വിചാരിച്ചു, കൊച്ചുകുട്ടിയായ ഈ ജ്ഞാനി വളരെ വിവേകവും ബുദ്ധിയുള്ളവനുമാണ്. കടുത്ത പരീക്ഷണങ്ങളിലെല്ലാം അയാൾ ജയിച്ചല്ലോ. സേനകൻ ആ കുട്ടിയെ വിളിക്കുന്നതിൽ അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇനി ഇക്കാര്യത്തിൽ അയാളുടെ അഭിപ്രായം നോക്കുന്നില്ല. ഈ ചിന്തയോടുകൂടി രാജാവ് ബോധിസത്വനെ കാണാൻ പോകാൻ തന്നെ ഉറച്ചു. പരിവാരങ്ങളോടുകൂടി യവമജ്ജക ഗ്രാമത്തിലേക്ക് പോകാൻ രാജാവ് പുറപ്പെട്ടു. കുതിരപ്പുറത്ത് കയറി കുറച്ചു മുന്നോട്ട് പോയപ്പോൾ ഒരു കുഴിയിൽ വീണ് കുതിരയുടെ കാലൊടിഞ്ഞു. അതോടെ രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോന്നു. അപ്പോൾ സേനകൻ രാജാവിൻ്റെ അടുത്തു ചെന്ന് ചോദിച്ചു, പ്രഭോ, ആ കുട്ടിയെ വിളിക്കാനായി അങ്ങ് യവമജ്ജക ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നോ? അതെ, രാജാവ് പറഞ്ഞു. അപ്പോൾ സേനകൻ പറഞ്ഞു, പ്രഭോ, കുതിരയുടെ കാലൊടിഞ്ഞത് ഒരു ചീത്ത നിമിത്തമാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കൂ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ രാജാവ് സേനകനോട് ചോദിച്ചു, സേനക, നമുക്കാ ജ്ഞാനിയെ ഒന്ന് വിളിപ്പിക്കണ്ടേ? അങ്ങൊരു കാര്യം ചെയ്യൂ, ഒരാളെ വിട്ട് ആ കുട്ടിയെ വിളിപ്പിക്കൂ. സേനകൻ തുടർന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലയോ മഹാജ്ഞാനി, ഞാൻ അങ്ങയെ നേരിട്ട് കാണാൻ വരികയായിരുന്നു. പക്ഷേ വഴിക്ക് വെച്ച് കുതിരയുടെ കാലൊടിഞ്ഞുപോയി. അതുകൊണ്ട് ഒരു കോവർ കഴുതയെയോ അതിലും മികച്ച മറ്റെന്തെങ്കിലുമോ എത്തിച്ചു തരണം. സേനകൻ ഇത്രയും കൂടെ പറഞ്ഞു, ആദ്യത്തെ നിർദ്ദേശമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ തന്നെ വരും. അതല്ല, രണ്ടാമത്തെ നിർദ്ദേശമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാളുടെ അച്ഛനെ അയക്കും. സേനകൻ്റെ ഈ നിർദ്ദേശം രാജാവ് ഭടന്മാർ മുഖേന ബോധിസത്വനെ അറിയിച്ചു. ബോധിസത്വൻ അതേക്കുറിച്ച് ആലോചിച്ചു. പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, രാജാവ് വിചിത്രമായ ഒരു കാഴ്ചദ്രവ്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലെന്തോ രഹസ്യമുണ്ട്. രാജാവ് എന്നെയും അച്ഛനെയും കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഒരു കച്ചവടക്കാരനാണല്ലോ. 1000 കച്ചവടക്കാരുടെ അകമ്പടിയോടെ അങ്ങ് ആദ്യം രാജാവിൻ്റെ അടുത്ത് പോകണം. വെറും കൈയോടെ പോകരുത്. കാഴ്ചവെക്കാൻ ചന്ദനം കൊണ്ടുള്ള ചെപ്പിൽ നറുനെയ്യുകൂടി കൊണ്ടുപോകണം. രാജാവ് അങ്ങയോട് സൗമ്യമായി പെരുമാറും. എന്നിട്ട് ഗൃഹസ്ഥന്മാർക്കുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പറയും. അതിലിരിക്കുമ്പോഴേക്കും ഞാനങ്ങെത്തും. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറയും. അത് കേട്ട് ഞാൻ അങ്ങയെ നോക്കും. ആ സൂചന കിട്ടിയാൽ അങ്ങ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നോട് പറയണം, ജ്ഞാനിയായ മകനെ, ഈ ഇരിപ്പിടത്തിലിരിക്കൂ. അതോടെ പ്രശ്നം പരിഹരിക്കാം. മകൻ്റെ ബുദ്ധിയിൽ വിശ്വാസമുള്ള ശ്രീവർദ്ധനൻ അത് സമ്മതിച്ചു. 1000 കച്ചവടക്കാരുടെ അകമ്പടിയോടെ ആദ്യം ശ്രീവർദ്ധനൻ കൊട്ടാരത്തിലെത്തി. രാജാവ് അയാളെ വേണ്ടവണ്ണം സ്വീകരിച്ചു. ഇരിക്കാൻ പറഞ്ഞു. അയാൾ ഇരുന്നു. അപ്പോഴേക്കും ബോധിസത്വനും എത്തി. കൂടെ 1000 ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. അവർ ബോധിസത്വൻ പറഞ്ഞ പ്രകാരം ഒരു കഴുതയെ 4 കാലും കെട്ടി ഒരു ചാക്കിലാക്കി കൂടെ കൊണ്ടുവന്നിരുന്നു. ബോധിസത്വനെ കണ്ടതോടെ രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം ജ്ഞാനിയോട് മധുരമായി സംസാരിച്ചു. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പിതാവ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്കാൻ മകനോട് പറഞ്ഞു. ബോധിസത്വൻ അവിടെ ചെന്നിരുന്നു. ബോധിസത്വനെ ഇഷ്ടമില്ലാത്ത സേനകനും കൂട്ടുകാരും അത് കണ്ട് കൈകൊട്ടി ചിരിച്ചു. അവർ പറഞ്ഞു, ഈ വിഡ്ഢി ബുദ്ധിമാനാണെന്ന് ആരാണ് പറഞ്ഞത്? അച്ഛനെ എഴുന്നേൽപ്പിച്ചിട്ട് ആ ഇരിപ്പിടത്തിലിരിക്കുന്നതാണോ ബുദ്ധിമാന്റെ ലക്ഷണം? ബോധിസത്വൻ്റെ പ്രവൃത്തി രാജാവിനും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തു. പ്രഭോ, എന്താണ് അങ്ങേക്ക് ഒരു വല്ലായ്മ? ബോധിസത്വൻ ചോദിച്ചു. നിങ്ങളെക്കുറിച്ച് കേട്ടപ്പോഴുണ്ടായ മതിപ്പ് കണ്ടപ്പോൾ നഷ്ടപ്പെട്ടു, അതുതന്നെ കാര്യം. എന്തുകൊണ്ടാണത്? ബോധിസത്വൻ വീണ്ടും ചോദിച്ചു. നിങ്ങൾ അച്ഛൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട്
അവിടെ കയറി ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്, രാജാവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബോധിസത്വൻ ചോദിച്ചു, പ്രഭോ, അങ്ങ് ഭടന്മാരുടെ അടുത്ത് പറഞ്ഞയച്ചതെന്താണ്? കഴുത കോവർ കഴുതയേക്കാൾ മെച്ചമാണെന്നാണോ അങ്ങ് കരുതുന്നത്? പൂർവികൻ മകനേക്കാൾ മികച്ചവനാണോ? രാജാവ് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. അപ്പോൾ ബോധിസത്വൻ കൂടെ കൊണ്ടുവന്നിരുന്ന കഴുതയെ കെട്ടഴിച്ച് ആ സദസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, പ്രഭോ, ഈ കഴുതയ്ക്ക് എന്ത് വില വരും? കൂടി വന്നാൽ 8 പണം വിലയാകും, രാജാവ് പറഞ്ഞു. അത് കേട്ട് ബോധിസത്വൻ ചോദിച്ചു, കോവർ കഴുതയ്ക്ക് എന്ത് വിലയാകും? അതിന് വളരെ വിലയാകും, രാജാവ് പറഞ്ഞു. പ്രഭോ, അങ്ങ് എന്താണ് ഇങ്ങനെ പറയുന്നത്? കോവർ കഴുത എങ്ങനെയാണ് കഴുതയേക്കാൾ മികച്ചതാവുന്നത്? തൊട്ടു മുമ്പ് അങ്ങ് പറഞ്ഞത് മകനേക്കാൾ പൂർവികൻ മെച്ചമാണെന്നാണല്ലോ. അച്ഛനിരുന്ന ഇരിപ്പിടത്തിൽ ഞാനിരുന്നത് ശരിയല്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. അത് ശരിയാണോ? രാജാവ് ഒന്നും പറഞ്ഞില്ല. ബോധിസത്വൻ തുടർന്നു, ഇതറിയാത്തത് കൊണ്ടാണ് അങ്ങയുടെ മന്ത്രിമാർ എന്നെ കളിയാക്കി ചിരിച്ചത്. ഇവരാണോ ബുദ്ധിമാന്മാർ? എവിടുന്ന് കിട്ടി ഇവരെ? പിന്നെ ബോധിസത്വൻ ഇത്രയും കൂടെ പറഞ്ഞു, അങ്ങയുടെ വാദഗതി വെച്ച് നോക്കിയാൽ കഴുത അതിൻ്റെ സന്തതിയായ കോവർ കഴുതയേക്കാൾ മെച്ചമാണ്. അതാണ് ശരിയെങ്കിൽ എൻ്റെ പിതാവിനെ അങ്ങയുടെ സേവകനാക്കിക്കൊള്ളൂ. അതല്ല, കഴുതയുടെ മകനായ കോവർ കഴുതയാണ് മികച്ചതെങ്കിൽ അങ്ങ് എന്നെ സേവകനാക്കിയാലും. ബോധിസത്വന് അച്ഛനമ്മമാരുടെ വില അറിഞ്ഞുകൂടാതെയല്ല ഇങ്ങനെ പറഞ്ഞത്. പിന്നെയോ, രാജാവ് ബോധിസത്വനെ വിളിക്കാൻ ആളയച്ചപ്പോൾ പറഞ്ഞില്ലേ, കോവർ കഴുതയെയോ അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെയോ എത്തിക്കാൻ? ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അതോടെ ജ്ഞാനിയായ ബോധിസത്വൻ്റെ ബുദ്ധിവൈഭവം രാജാവിന് നേരിട്ട് ബോധ്യപ്പെട്ടു. രാജാവ് യമമജ്ജക ഗ്രാമം ബോധിസത്വൻ്റെ പിതാവിന് ദാനം ചെയ്തു. അദ്ദേഹത്തെ കച്ചവടക്കാരുടെ തലവനായി അഭിഷേകം ചെയ്തു. ബോധിസത്വൻ്റെ അമ്മയ്ക്ക് ധാരാളം ആഭരണങ്ങൾ സമ്മാനമായി കൊടുത്തയച്ചു. ബോധിസത്വനെ സ്വന്തം മകനായി സ്വീകരിക്കുകയും ചെയ്തു. നന്ദി.